നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. 1 ലക്ഷം പേരെ അണിനിരത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമാവുകയാണ്. മഹാജനസഭ ഇപ്പോൾ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ പുരോഗമിക്കുന്നു. മല്ലികാർജ്ജുൻ ഖർഗെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. ഈ വാർത്തയിൽ ഉൾപ്പെടെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് പ്രൈം ടൈം ന്യൂസിലൂടെ. ഞാൻ പ്രവിത ലക്ഷ്മി. നോക്കാമാദ്യം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. വിശദമായ വാർത്തകൾ നോക്കാം. ഇപ്പോൾ തൃശൂരിൽ കോൺഗ്രസിന്റെ മഹാജനസഭ നടക്കുകയാണ്. മല്ലികാർജ്ജുൻ ഖർഗെ സംസാരിക്കുന്നു. തത്സമയം I am proud that it was Kerala that got him elected to the Indian Parliament. കേരളമാണ് അദ്ദേഹത്തെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് അയച്ചത് എന്ന കാര്യത്തിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. The Congress party is committed to ensuring justice for all states, including Kerala. Once Jawaharlal Nehru, in his letter in 1959 to the chief ministers, he wrote throughout country, we have a full and detailed constitution of India, defining the rights and responsibilities of the center and the states. കോൺഗ്രസ് ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളോടും നീതിപൂർവമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. ഒരിക്കൽ 1959 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും എഴുതി, നമുക്ക് വളരെ വിശദമായ ഒരു ഭരണഘടനയുണ്ട്, ആ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള അവകാശ അധികാരങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകാനും ഭരണം നടത്താനും ആഗ്രഹിക്കുന്നത്. The element of cooperation, of seeking friendly counsel with each other and of ever keeping the larger end in view. സാഹോദര്യം നിലനിർത്തി പരസ്പര വിശ്വാസത്തോടും പരസ്പര സഹകരണത്തോടും കൂടി മുന്നോട്ട് പോകുന്ന ഒരു സഹവർത്തിത്വമാണ് കോൺഗ്രസ് വിഭാവനം ചെയ്തിട്ടുള്ളത്. Our paramount importance is, I trust that as in the past, so in the future, we have that intimate relationship of comrades working together for the achievement of common ends and having faith in each other. These are the words of Pandit Jawaharlal Nehru ji about democracy. ഏറ്റവും പരമപ്രധാനമായ കാര്യമെന്ന് പറയുന്നത് പരസ്പര സ്നേഹത്തോടും പരസ്പര വിശ്വാസത്തോടും കൂടി സഹവർത്തിത്വത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇത് മറ്റാരുടെയുമല്ല, നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളായിരുന്നു. പഴയ കാലത്തെന്ന പോലെ അല്ലെങ്കിൽ ചരിത്രത്തിൽ എന്ന പോലെ മുന്നോട്ടും കോൺഗ്രസ് ഈ ആശയത്തെ മുൻനിർത്തിയാകും മുന്നോട്ട് പോവുക. However, the ruling dispensation lacks this statesmanship Pandit Nehru had. The Modi, these principles he is not following. He is only harassing the state governments and also he is crushing the poor people and women. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ഈ ആശയങ്ങളെയോ മൂല്യങ്ങളെയോ ബഹുമാനിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ വിവിധ സംസ്ഥാനങ്ങളെ ഞെരുക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ പീഡിപ്പിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഇപ്പോഴത്തെ ഗവൺമെന്റിൽ നിന്നും പ്രധാനമന്ത്രി മോഡിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. The center intervention in the state governance and autonomous bodies, including interference by the governors and the attempts to reduce the political autonomy of the states, undermines the principles of federalism. ഇന്ന് സർക്കാർ സംസ്ഥാന ഭരണങ്ങളിൽ കൈകടത്താനും സംസ്ഥാനത്തിന്റെ അധികാരങ്ങളിൽ കൈകടത്താനും പരിശ്രമിക്കുകയാണ്. അതുമാത്രമല്ല, സ്വതന്ത്രമായ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ട്, അതിന്റെ അധികാരങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫെഡറലിസം എന്ന് പറയുന്ന ആ ഒരു മൂല്യത്തെ ഇകഴ്ത്തി കാണിക്കാനും തകർക്കാനുമാണ് ഇന്നത്തെ സർക്കാർ ശ്രമിക്കുന്നത്. We must stand united to safeguard our rights and preserve the democratic fabric
of our nation. നമ്മൾ ഐക്യത്തോടും ഒരുമയോടും കൂടി നിൽക്കേണ്ടിയിരിക്കുന്നു. കാരണം ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ള ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ, ഈ ജനാധിപത്യ അവകാശങ്ങളെ സംരക്ഷിക്കാൻ നമ്മൾ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. The Congress Party, along with the UDF coalition in Kerala, is committed to protecting these interests. കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണി കക്ഷികളോടൊപ്പം ചേർന്ന് ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാനും സംരക്ഷിക്കാനും നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. United Front. Furthermore, it has disproportionately affected marginalized communities, minorities, and women. This trend highlights the failure of the Modi government to provide sufficient jobs for youngsters and sufficient opportunity in the country. മോഡി സർക്കാരിന്റെ ഇതുപോലുള്ള സമീപനം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് ഈ രാജ്യത്തെ മൈനോറിറ്റി ന്യൂനപക്ഷങ്ങളെയും പാവപ്പെട്ടവരെയും സ്ത്രീകളെയുമാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് വേണ്ടത്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അത് യുവാക്കളെയും വളരെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നു. Pandit Nehruji envisaged a mixed economy as a model for India, where public sector, private sector, joint sector, and cooperative sector. And he acted in all sectors, and he allowed the growth of all the 3-4 sectors of this country. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ രാജ്യത്തിന് വേണ്ടി വിഭാവനം ചെയ്തത് ഒരു സമ്മിശ്ര സമ്പദ്ഘടനയായിരുന്നു. സ്വകാര്യ മേഖലയും അതുപോലെ തന്നെ പൊതുമേഖലയും അതോടൊപ്പം തന്നെ സഹകരണ മേഖലയും എല്ലാം ചേർന്ന് ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമ്പദ്ഘടനയാണ് വിഭാവനം ചെയ്തിരുന്നത്. കോൺഗ്രസിന്റെ ഭരണകാലത്ത് നയങ്ങളിൽ ഈ എല്ലാ മേഖലകൾക്കും ഒന്നുപോലെ വളരാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. It was his vision that led to setting up all mega projects across the country. He described these projects as the temple of modern India. ഈ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അദ്ദേഹം ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുകയും സ്ഥാപിക്കുകയും അത് ഇന്ത്യയിലെ അമ്പലങ്ങളാണ്, വികസനത്തിന്റെ വളർച്ചയുടെ അമ്പലങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയുണ്ടായി. These public sector units have provided secured employment to millions of people around the country. ഇതുപോലെ സ്ഥാപിക്കപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ രാജ്യത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് മതേതര വ്യവസ്ഥയിൽ തൊഴിൽ നൽകാൻ കഴിഞ്ഞു എന്നത് വലിയ നേട്ടമായിരുന്നു. Reserved categories including SC, ST, OBC and other weaker sections have also benefited from such large scale public sectors in India. അതുപോലെ തന്നെ പിന്നോക്കക്കാർക്കും ദളിത് വിഭാഗങ്ങൾക്കും ദളിത് SC, ST വിഭാഗങ്ങൾക്കും ഒക്കെ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ തൊഴിൽ ലഭിക്കുന്നതിലൂടെ അവർക്ക് വലിയ നേട്ടം കൈവരിക്കാനായി. However, we are seeing that Modi government has focused only on one sector, which is the private sector. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ച മോഡി സർക്കാർ ഈ പറഞ്ഞതിൽ ഒരേ ഒരു മേഖലയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്, അത് സ്വകാര്യ മേഖലയ്ക്കാണ്. They have ignored all other sectors and allowed them to die a slow death. മറ്റെല്ലാ മേഖലകളെയും ഉപേക്ഷിച്ച് അവരെ സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുത്ത് സ്വകാര്യ മേഖലയെ മാത്രം പരിലാളിക്കുന്ന നയമാണ് നരേന്ദ്രമോദി സർക്കാർ തുടർന്നു വരുന്നത്. The other day too, I said in Parliament, if a person is sick, do you treat them and provide them care and support, or do you leave them alone to die? ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു വ്യക്തി രോഗാവസ്ഥയിലാണെങ്കിൽ, രോഗാതുരനായിരുന്നാൽ നമ്മൾ അവർക്ക് ചികിത്സ നടത്തി അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ശ്രമിക്കുമോ, അതോ അവരെ സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുക്കുമോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. Similarly, if
If suppose public sector units have some problems, the government has the moral responsibility to provide them with financial and human resources. കോൺഗ്രസ് പറയുന്നത് ഈ രാജ്യത്തെ പൊതുമേഖലയ്ക്ക് ഒരു തളർച്ചയോ ക്ഷീണമോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെ മടക്കി കൊണ്ടുവരാൻ, തിരിച്ചു കൊണ്ടുവരാൻ, ശക്തിപ്പെടുത്താനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം സർക്കാരിന് മേലുള്ളതാണ്. The Modi government has decided to completely dismantle the public sector and provide support to only private sector, and that too a selected few of his friends. എന്നാൽ രാജ്യത്തെ പൊതുമേഖലയെ പൂർണ്ണമായിട്ടും തകർക്കുന്ന, ഇല്ലായ്മ ചെയ്യുന്ന ഒരു സമീപനമാണ് മോഡി സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അതിന് പകരമായി അദ്ദേഹം സ്വകാര്യ മേഖലയെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ഏതാനും സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഭരണം മുന്നോട്ട് പോകുന്നത്. He has planned to hand over every last bit of public sector industries to few rich industrialist friends of his own. ഈ രാജ്യത്തിന്റെ പൊതുമേഖലയുടെ അവസാന മണ്ണും ഈ ഏതാനും സ്വകാര്യ വ്യക്തികൾക്ക്, മോഡിയുടെ സുഹൃത്തുക്കളായ ഏതാനും മുതലാളിമാർക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നരേന്ദ്രമോദി നടത്തുന്നത്. In Modi government, the inflation is rising day by day. മോഡിയുടെ ഭരണത്തിൽ രാജ്യത്തെ പണപ്പെരുപ്പം ദിവസം പ്രതി വർദ്ധിച്ചു വരികയാണ്. The combination of unemployment and inflation has increased the struggles of the poor under Prime Minister Modi's tenure. പണപ്പെരുപ്പത്തോടൊപ്പം തൊഴിലായ്മയും കൂടി കൂടുമ്പോ സാധാരണ ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് അവരുടെ ജീവിതം ദുരിതമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മോഡിയുടെ ഭരണത്തിൽ ദിനം പ്രതി സാധാരണക്കാരുടെ ജീവിതം വലിയ പ്രയാസത്തിലും കഷ്ടപ്പാടിലേക്ക് നീങ്ങുകയാണ്. Prices for essential items like milk, groundnut, oil, flour, mills and rice have doubled the rate. സാധാരണക്കാരന്റെ അവശ്യ വസ്തുക്കളായ ധാന്യങ്ങളും പരിപ്പും പാലും അടക്കമുള്ള എല്ലാ ഭക്ഷ്യവസ്തുക്കൾക്കും വില നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇരട്ടിയോളമായി മാറിയിരിക്കുന്നു. Tuar dal has increased from 70 rupees to 150 rupees. That is the price. ധാന്യങ്ങളുടെ വില 70 നിന്നും 150 രൂപയായി ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു. The prices of other pulses have also increased heavily. ഇതര ധാന്യങ്ങളുടെ വിലയും വളരെയധികം കൂടുതലായി ഈ കാലയളവിൽ വർദ്ധിച്ചിട്ടുണ്ട്. LPG cylinder prices increased from 400 to 1100 rupees. കുക്കിംഗ് ഗ്യാസിന്റെ വില 400 രൂപയിൽ നിന്നും 1200 രൂപയിലേക്ക് വർദ്ധിച്ചിരിക്കുന്നു. This situation is truly frightening and apathy of the government is deeply concerning. ഇതൊരു ഭയാനകമായ അവസ്ഥയാണ് രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനോടെല്ലാം വളരെ നിഷേധാത്മകമായ സമീപനമാണ് സർക്കാർ പുലർത്തി വരുന്നത്. Inflation and unemployment has completely destroyed the poor and lower middle class of this country. വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും അതോടൊപ്പം ഉണ്ടാകുന്ന പണപ്പെരുപ്പവും ഈ രാജ്യത്തെ സാധാരണക്കാരെയും ഈ രാജ്യത്തെ പാവങ്ങളെയും പൂർണ്ണമായും പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. That's why there is a gap between rich and poor, and it is going every day above these all poor people, and we are facing this difficulty in Modi's time. രാജ്യത്ത് ധനികരും പാവപ്പെട്ടവരും തമ്മിലുള്ള ഒരു സ്വാഭാവികമായ അകലമുണ്ട്. എന്നാൽ നാൾക്കുനാൾ പാവപ്പെട്ടവൻ വീണ്ടും പാവപ്പെട്ടവനാവുകയും ധനികൻ വീണ്ടും ധനികനാവുക വഴി അകൽച്ച അല്ലെങ്കിൽ അകലം കൂടി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. Rich are getting richer and poor are getting poorer under the Modi government. മോഡിയുടെ ഭരണത്തിന് കീഴിൽ പാവപ്പെട്ടവർ വീണ്ടും പാവപ്പെട്ടവരും ദരിദ്രരുമായി മാറുകയും പണക്കാർ വീണ്ടും പണക്കാരായി ധനികരായി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും കാണാൻ കഴിയുന്നത്. Taxes on big corporates
decreased, and while GST on essential commodities increasing day by day. ഏതാനും കോർപ്പറേറ്റുകൾക്കുള്ള ഔദാര്യങ്ങൾ ഒഴിച്ചാൽ ഈ രാജ്യത്ത് GST അടക്കമുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന എല്ലാം ഓരോ ദിവസവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. Crores of loan given to industrialists are waived off, while MSME industries and farmers are suffering, paying every last penny back to banks. ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്കും ധനികർക്കും വേണ്ടി കോടാനുകോടി രൂപയുടെ കടവും മറ്റ് ഔദാര്യങ്ങളും എഴുതി തള്ളുമ്പോൾ ഈ രാജ്യത്തെ സാധാരണക്കാർക്കും അല്ലെങ്കിൽ ചെറുകിട ഇടത്തരം വ്യവസായ വ്യാപാര സ്ഥാപനങ്ങൾക്കുമുള്ള വരുന്ന കടമായ ചെറിയ ₹1 പോലും എങ്ങനെ പിടിച്ചെടുക്കാമെന്ന രീതിയിൽ അവർക്ക് നേരെ ഒരു സമീപനം സ്വീകരിക്കുകയും ധനികർക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഗവൺമെന്റാണ് അധികാരത്തിലിരിക്കുന്നത്. Subsidies are given to big corporations and corporates, while subsidy on LPG is reduced. This is the Modi government's work, and he says always garibi hatao, garib ki saath main dunga, all these words he uses. ജനങ്ങൾക്ക് നൽകിയിരുന്ന സബ്സിഡി ഇന്ന് ഈ രാജ്യത്തെ ഏറ്റവും ധനികർക്കും കോർപ്പറേറ്റുകൾക്കും നൽകുകയും സാധാരണക്കാരനും പാവപ്പെട്ടവനും നൽകിയിരുന്ന സബ്സിഡി ഓരോ ദിവസവും കുറച്ചു കൊണ്ടുവരികയും ചെയ്ത് അവരുടെ ജീവിതം ദുരിതത്തിലാക്കുകയാണ്. എന്നാൽ മോഡി നാഴികയ്ക്ക് 40 വട്ടം ദരിദ്രർക്ക് വേണ്ടി പ്രസംഗിക്കുകയും ദരിദ്രരുടെ ഇവിടെ ഈ രാജ്യത്തെ ദാരിദ്ര്യം തുടച്ചു മാറ്റണമെന്ന് പ്രസംഗിക്കുകയും ചെയ്യുന്ന മോഡി പ്രസംഗിക്കുന്നതിന് ഘടകവിരുദ്ധമായ പ്രവൃത്തിയാണ് ഭരണത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. The Congress vision therefore focuses on job creation. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ശ്രദ്ധ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ രാജ്യത്ത് തൊഴിൽ സൃഷ്ടിക്കുന്ന ഒരു സാമ്പത്തിക നയം രൂപപ്പെടുന്നതിലായിരിക്കും. Attracting investment and promoting sustainable growth to revive Kerala's economy. ഈ രാജ്യത്തും സംസ്ഥാനത്തും നിക്ഷേപങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിച്ച് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവന്ന് ഈ രാജ്യത്ത് വികസനം സാധ്യമാക്കി യുവാക്കൾക്ക് തൊഴിൽ സൃഷ്ടിക്കുക എന്നതാകും കോൺഗ്രസിന്റെ നയം. Unlike the policies of the Modi government, our approach ensures inclusive development and priorities the well-being of Kerala's citizens. മോഡിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവർക്കും ഗുണം കിട്ടുന്ന, എല്ലാവർക്കും നേട്ടങ്ങൾ പങ്കിട്ടെടുക്കാൻ കഴിയുന്ന ഒരു വികസന നയത്തെ ആയിരിക്കും കോൺഗ്രസ് മുന്നോട്ട് വെക്കുക. അതിലൂടെ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമ്മൾ കണക്കുകൂട്ടുന്നു. To my sisters, I would say, please be mindful of BJP tactics, who come here to seek your votes in the name of religion, caste, creed. Their ideology is against the women, and they don't follow what our constitution says. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയ തന്ത്രവുമായി കടന്നു വരുന്ന BJPയെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മറ്റു കാര്യങ്ങളുടെ പേരിൽ നിങ്ങളുടെ വോട്ട് വാങ്ങി സ്ത്രീകളുടെ ശാക്തീകരണത്തിനെന്ന് പറയുന്നവർ അടിസ്ഥാനപരമായി അവർ സ്ത്രീ വിരുദ്ധരാണ് എന്ന് തിരിച്ചറിയാൻ എന്റെ സഹോദരിമാർക്ക് കഴിയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കട്ടെ. When BJP people come to seek votes, ask them about the BJP MLA was involved in a crime against a woman in UP. സ്ത്രീകളോട് വോട്ട് ചോദിക്കാൻ കടന്നു വരുന്ന BJP നേതാക്കന്മാരോട്, BJPക്കാരോട് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയണം, UPയില് ഒരു സ്ത്രീക്കെതിരായി അതിക്രമം കാണിച്ച BJPയുടെ തന്നെ ഒരു വനിതാ MLA ഉണ്ട്, അവരോട് നിങ്ങളുടെ സമീപനം എന്തായിരുന്നുവെന്ന് നിങ്ങളോട് വോട്ട് ചോദിക്കാൻ വരുന്ന BJPയോട് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയണം. All the women wrestlers have complained. Ask why, instead of saving our Olympic medal winning wrestlers, the government is busy saving that MP of BJP. ഈ രാജ്യത്ത് അഭിമാനമായിരുന്ന രാജ്യത്തെ വനിതാ ഗുസ്തി താരങ്ങൾ, ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ വാങ്ങിയവർ അടക്കം പ്രതിഷേധിച്ച് മുന്നോട്ട് വന്നിട്ടും അവരുടെ
ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ നിലയിലാണ് പെരുമാറുന്നത് എങ്കിൽ ഇത് ഈ രാജ്യത്തിന് തന്നെ വലിയ ഒരു ആശങ്കയ്ക്കിട നൽകുന്ന കാര്യമാണ്. Prime Minister has time to tour the entire country, address election rallies, give speeches every other day. He has all the time in the world for politics, but no time for Manipur. He has time to vacate in Lakshadweep and get pictures clicked. രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യമെമ്പാടും നടന്ന് രാഷ്ട്രീയ യോഗങ്ങളിൽ പ്രസംഗിക്കാനും രാഷ്ട്രീയ റാലികൾ സംഘടിപ്പിക്കാനും സമയമുണ്ട്. അദ്ദേഹത്തിന് അവധിക്കാലം ചെലവഴിക്കാൻ ലക്ഷദ്വീപിൽ പോകാൻ സമയമുണ്ട്. എന്നാൽ ഇന്ന് വെന്ത് നീറുന്ന മണിപ്പൂരിൽ പോകാൻ മാത്രം അദ്ദേഹത്തിന് സമയമില്ല. But he does not have time for people of Manipur, for children of Manipur, for women of Manipur. He never cared to visit Manipur. ഇതെല്ലാം ചെയ്യാൻ സമയമുള്ള മോഡിക്ക് മണിപ്പൂരിലെ വേദന അനുഭവിക്കുന്ന സാധാരണക്കാരെയും അവിടെ പിച്ച് ചീന്തപ്പെടുന്ന കുട്ടികളുടെ വേദനയോർത്ത്, അവിടുത്തെ സ്ത്രീകളുടെ വേദനയോർത്ത്, അവിടുത്തെ കുട്ടികളെയോ സ്ത്രീകളെയോ സാധാരണക്കാരെയോ കാണാൻ മണിപ്പൂരിലേക്ക് പോകാൻ മാത്രം അദ്ദേഹത്തിന് സമയമില്ല. Our beloved leader Rahul Gandhi, he visited violence affected areas and relief camps in Manipur without fear. നമ്മുടെ പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ അക്രമമുണ്ടായ എല്ലാ മേഖലകളും സന്ദർശിക്കുകയും അതുപോലെ തന്നെ ക്യാമ്പിലേക്ക് മാറ്റിയ സാധാരണക്കാരെ സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. മണിപ്പൂരിലെ വേദന അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസമായി ഓടിയെത്താൻ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു. That's why he started Bharat Jodo Nyaya Yatra from Manipur to Mumbai. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ യാത്ര ഭാരത് ജോഡോ ന്യായ യാത്ര എന്ന യാത്ര മണിപ്പൂരിൽ നിന്നും തുടങ്ങാൻ അദ്ദേഹം ആഗ്രഹിച്ചത്. Even though Prime Minister, Home Minister and BJP leaders don't care about Manipur, the Congress Party and people of India will always stand by Manipur people, especially in times of distress. ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ കേന്ദ്രമന്ത്രിമാർക്കോ മണിപ്പൂരിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയില്ല എങ്കിൽ ഈ രാജ്യത്തെ ജനവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രയാസം നേരിടുന്ന വേദന അനുഭവിക്കുന്ന മണിപ്പൂരിനൊപ്പം നിൽക്കാൻ അവരോട് ഐക്യദാർഢ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ നേതാവ് അതുപോലൊരു നിലപാട് സ്വീകരിച്ചത്. All democratic institutions are being systematically weakened. Agencies like ED, CBI, income tax are weaponized to target opposition leaders on false and baseless charges. ഈ രാജ്യത്തെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഈ സർക്കാർ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാരിന്റെ കയ്യിലെ ഏറ്റവും സുപ്രധാനമായ ആയുധങ്ങൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികളായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI, അതുപോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, ഇതുപോലുള്ള ഡിപ്പാർട്ട്മെന്റുകളെയും അന്വേഷണ ഏജൻസികളെയും ആയുധങ്ങളായി ഉപയോഗിച്ച് ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ നേതാക്കന്മാരെ ഒന്നിനു പിറകെ ഒന്നായി ഈ സർക്കാരും നരേന്ദ്രമോദിയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. People are being appointed at various high-profile posts, not on the basis of merit, but on the basis of their closeness with RSS and BJP. ഈ രാജ്യത്തെ വിവിധങ്ങളായ പരമോന്നത പദവിയിലേക്ക് ആളുകളെ നിയമിക്കുമ്പോൾ ഇന്നലകളിൽ ആളുകളുടെ പ്രൊഫൈൽ നോക്കി അല്ലെങ്കിൽ അവരുടെ ഔന്നിത്യം നോക്കിയാണ് നിയമനം നടത്തിയിരുന്നത് എങ്കിൽ ഇന്ന് BJPയും നരേന്ദ്രമോദിയും ആ വ്യക്തികൾക്ക് നരേന്ദ്രമോദിയോടോ സംഘപരിവാറിനോടോ ഉള്ള ഏറ്റവും അടുപ്പം മാത്രം മാനദണ്ഡമാക്കി ഈ രാജ്യത്തെ ഏറ്റവും ഉന്നത പദവികളിലേക്ക് വ്യക്തികളെ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ്. Whether it is university chancellors, professors, directors in public sectors, or any important post, they appoint only RSS background people. അത് രാജ്യത്തെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർ പദവിയിലേക്കാണെങ്കിലും ഈ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഡയറക്ടറേറ്റോ അല്ലെങ്കിൽ ഉന്നതമായ ഭരണഘടനാ മൂല്യങ്ങളുള്ള സ്ഥാപനങ്ങളിലെ ഉന്നത മേധാവികളായിട്ടോ നിയമിക്കുന്നവരിലെല്ലാം നമ്മൾക്ക് കാണാൻ കഴിയുന്നത് സംഘപരിവാർ അനുകൂലികളെ മാത്രമാണ്. We must identify and confront this threat
to protect the values of democracy, justice, and inclusivity. They had Congress is with us, and we will fight for you and your rights and deliver justice. ഇതുപോലുള്ള ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐക്യപ്പെടുകയും അതിനെതിരെ പ്രതിരോധം തീർക്കുകയും തയ്യാറാകണം. ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, സമൂഹത്തിന് നീതി നടപ്പാക്കാൻ, ന്യായം നടപ്പാക്കാൻ, അവർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് ഉയർത്തിയ മുദ്രാവാക്യം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് കഴിയണം. We recognize the unique challenges Kerala faces, such as infrastructure development, environmental protection, and disaster management. കേരളം ഇന്ന് നേരിടുന്ന സവിശേഷമായ വെല്ലുവിളികളെ നമ്മൾ തിരിച്ചറിയുന്നു. അടിസ്ഥാന മേഖലയിലുള്ള വികസനത്തിന്റെ കുറവാണെങ്കിലും, പാരിസ്ഥിതിക പ്രശ്നങ്ങളാണെങ്കിലും, പ്രകൃതി ദുരന്തങ്ങളാണെങ്കിലും എന്നുവേണ്ട കേരളം നേരിടുന്ന സവിശേഷമായ വിഷയങ്ങളെ കോൺഗ്രസ് മനസ്സിലാക്കുന്നു. Our development priorities are aligned with Kerala's needs, unlike the lack of focus from the Modi government. കേരളത്തിന്റെ സവിശേഷമായ വികസന ആവശ്യങ്ങളെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വികസന നയമായിരിക്കും, സമീപനമായിരിക്കും കോൺഗ്രസ് സ്വീകരിക്കുക. മോഡി ഗവൺമെന്റിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിന്റെ ജനത, കേരള സംസ്ഥാനം എന്താഗ്രഹിക്കുന്നോ അതിന് അനിവാര്യമായിട്ട് എന്താണോ ആ നിലയിലുള്ള ഒരു സമീപനമാവും കോൺഗ്രസിൽ ഉണ്ടാവുക. However, amidst these challenges, let us not forget that remarkable progress and achievements that Kerala has made under the visionary leadership of the Congress party, Karunakaranji, Chandaji, so many other leaders who belong to our party. ഈ വെല്ലുവിളികളെല്ലാം ഉണ്ടായിരുന്നപ്പോഴും കേരളം കഴിഞ്ഞ നാളുകളിൽ നേടിയിട്ടുള്ള ഐതിഹാസികമായ വികസന നേട്ടങ്ങളെ നമുക്ക് വിസ്മരിക്കാനാകില്ല. പ്രത്യേകിച്ച് പ്രിയങ്കരനായ ലീഡർ CK കരുണാകരന്റെയും AK ആന്റണി അടക്കമുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണ നേതൃത്വത്തിൽ കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങൾ അഭിനന്ദനാർഹം തന്നെയാണ്. Our great leader Karunakaran is from this place, and he dominated the Congress long time. His word was carried weight in the Congress. Such a great man is from this place, so we all salute him. പ്രിയങ്കരനായ നേതാവ് CK കരുണാകരൻ കോൺഗ്രസിലെ വലിയ നേതാവായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വാക്കിന് വലിയ വില കോൺഗ്രസ് നേതൃത്വം എക്കാലത്തും കൽപ്പിച്ചിരുന്നു. CK കരുണാകരൻ എന്ന നേതാവ് ഈ നാട്ടിൽ നിന്നാണെന്ന് അറിയുന്നതിൽ എനിക്കേറെ സന്തോഷം. അദ്ദേഹത്തിന്റെ ഈ മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം നേടിയിട്ടുള്ള നേട്ടങ്ങളും ഈ സംസ്ഥാനത്ത് നേടിത്തന്ന നേട്ടങ്ങളെ കുറിച്ചും പറയാതിരിക്കാനാവില്ല. The construction of major infrastructure projects such as the Kannur International Airport and the Kochi Metro has revolutionized connectivity and propelled Kerala onto global stage. കേരളത്തിലെ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ വികസന നേട്ടങ്ങൾ എന്ന് പറയാൻ കഴിയുന്ന കണ്ണൂർ വിമാനത്താവളവും അതുപോലെ തന്നെ മെട്രോയും അടക്കമുള്ള നേട്ടങ്ങൾ ഈ കേരളത്തിനെ പുതിയൊരു വികസനത്തിന്റെ പാതയിലേക്ക് നയിച്ചിട്ടുണ്ട്. The Congress government unwavering commitment to education, health care, poverty alleviation has laid the foundation for more inclusive and equitable societies. കേരളത്തിൽ അധികാരത്തിലിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് വിദ്യാഭ്യാസ മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും അടക്കമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു സമത്വ സുന്ദരമായ വികസനം ഈ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. Women Chanda's mass contact program is a testament to that. His leadership was recognized internationally when he received the UN Public Service Award in 2016. പ്രിയങ്കരനായ നേതാവ് ഉമ്മൻചാണ്ടി ഈ നാടിനെ ഭരിച്ചപ്പോൾ കാട്ടിയിട്ടുള്ള കരുതലിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. എങ്ങനെയാണ് ഈ നാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചതിനുള്ള ഏറ്റവും വലിയ വെളിപാടായിരുന്നു അദ്ദേഹം നടത്തിയ ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്നത്. ആ ജനസമ്പർക്ക പരിപാടിക്ക് ആഗോളതലത്തിൽ UN-ന്റെ പോലും അംഗീകാരം ലഭിച്ചു എന്നത് അത് എത്ര വലിയ കാര്യമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്.
making him the only Indian Chief Minister to achieve this honor. It is a great honor for Kerala and Congress Party. രാജ്യത്ത് ഒരു മുഖ്യമന്ത്രിമാർക്കും നേടാൻ കഴിയാത്ത വലിയ നേട്ടമാണ് പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി നേടിയത്. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ മഹാജനസഭയിലെത്തിയ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചും കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ എടുത്തു പറഞ്ഞുമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം മുന്നോട്ട് പോകുന്നത്. ഈ വാർത്തയുടെ തന്നെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. കെ സുധാകരൻ ഒഴികെ സിറ്റിംഗ് എംപിമാർ മത്സരിക്കാൻ കോൺഗ്രസ് നിർദ്ദേശം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലും ആലപ്പുഴയിലും ഒഴികെ സിറ്റിംഗ് എംപിമാരെ തന്നെ നിർത്താൻ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ നിർദ്ദേശം. ആലപ്പുഴ, കണ്ണൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ 4-അംഗ ഉപസമിതിയെയും തീരുമാനിച്ചു. അതിനിടെ മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് അറിയിച്ച കൊടിക്കുന്നിൽ സുരേഷ് എംപിയെ നേതാക്കൾ ഇടപെട്ട് പിന്തിരിപ്പിച്ചു. തൃശൂരിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗം തുടങ്ങുമ്പോൾ തന്നെ ഭൂരിഭാഗം നേതാക്കളുടെയും അഭിപ്രായം നിലവിലെ എംപിമാർ തുടരുക എന്നതായിരുന്നു. അനാരോഗ്യം മൂലം മത്സരത്തിനില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ച കെ സുധാകരൻ നിലപാട് യോഗത്തിലും ആവർത്തിച്ചു. പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ 4-അംഗ ഉപസമിതിയെ യോഗം ചുമതലപ്പെടുത്തി. കെ സുധാകരൻ, വി ഡി സതീശൻ, എം എം ഹസൻ, രമേശ് ചെന്നിത്തല എന്നിവരാണ് ഉപസമിതിയിലെ അംഗങ്ങൾ. കണ്ണൂരിനെ കൂടാതെ നിലവിൽ CPIM-ന്റെ കൈവശമുള്ള ആലപ്പുഴ സീറ്റിലെ സ്ഥാനാർത്ഥിയെയും ഉപസമിതി ചർച്ച ചെയ്ത് തീരുമാനിക്കും. മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷാണ് എംപിമാർ തുടരട്ടെ എന്ന തീരുമാനത്തോട് ആദ്യം വിയോജിപ്പ് അറിയിച്ചത്. എന്നാൽ നേതാക്കൾ ഇടപെട്ടതോടെ കൊടിക്കുന്നിൽ വഴങ്ങി. നിലവിൽ 15 സിറ്റിംഗ് സീറ്റുകൾ ഉൾപ്പെടെ 16 സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത്. കോട്ടയം ജോസഫ് വിഭാഗത്തിന് വിട്ടുനൽകാൻ കോൺഗ്രസ് തയ്യാറാണ്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിൽ സൂക്ഷ്മത വേണമെന്നാണ് അഭിപ്രായം. കൊല്ലത്ത് RSP തന്നെ. മലപ്പുറവും പൊന്നാനിയും കൂടാതെ ഒരു മണ്ഡലം കൂടി വേണമെന്ന ലീഗ് ആവശ്യത്തിൽ നാളെ ചേരുന്ന UDF യോഗത്തിൽ കോൺഗ്രസ് ഔദ്യോഗിക തീരുമാനം അറിയിക്കും. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കണമെന്നാണ് KPCCയുടെ ആഗ്രഹം. ഹൈക്കമാൻഡാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക. 24 തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ 3-ാം സീറ്റ് ആവശ്യത്തിന് മുൻപിൽ വഴിമുട്ടി UDF-ലെ സീറ്റ് വിഭജന ചർച്ച. നാളെ ചേരുന്ന UDF നേതൃയോഗത്തിൽ വിഷയം പരിഹരിക്കാമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. ലീഗിന്റെ ആവശ്യത്തിൽ തെറ്റില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പരസ്യ പ്രതികരണം. ഏറ്റവും ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളത്തിൽ സജീവമാകാനായിരുന്നു UDF നീക്കം. ആ പ്രതീക്ഷകളാണ് മുസ്ലിം ലീഗ് 3-ാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്നതോടെ വഴിമുട്ടിയത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ മാത്രം 3-ാം സീറ്റ് എന്നായിരുന്നു ലീഗിന്റെ ആദ്യ നിലപാട്. എന്നാൽ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയാൽ കണ്ണൂർ വേണമെന്നാണ് UDF യോഗത്തിൽ ലീഗ് നേതാക്കൾ അറിയിച്ചത്. ഇതോടെ ചർച്ചകൾ വഴിമുട്ടി. അധിക സീറ്റ് എന്ന ആവശ്യം പരിഗണിക്കേണ്ട എന്നാണ് കോൺഗ്രസിനുള്ളിലെ തീരുമാനമെങ്കിലും ലീഗിനെ പ്രകോപിപ്പിക്കാതിരിക്കാനാണ് കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം. 3-ാം സീറ്റ് ചോദിക്കാൻ ലീഗിന് യോഗ്യതയുണ്ടെന്നായിരുന്നു K മുരളീധരൻ MP-യുടെ അഭിപ്രായം. എല്ലാത്തിനും പുറത്ത് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. ലീഗിന് ചോദിക്കാൻ യോഗ്യതയുണ്ട്, അതവർ ചോദിച്ചു. കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്ത് അവരുമായി കൂടെ ഒരു ഫൈനൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ അറിയിക്കും. 3-ാം സീറ്റ് ചോദിക്കാനുള്ള ലീഗിന്റെ അർഹതയെ ചോദ്യം ചെയ്യില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അവർക്ക് അർഹതപ്പെട്ട ഒരു ഡിമാൻഡാണ്. ഞങ്ങൾ അവരുടെ അർഹതയെ ഒരു കാരണവശാലും ചോദ്യം ചെയ്യില്ല. പിന്നെ നമുക്ക് പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇന്നത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് പരിശോധിക്കുകയൊക്കെ വേണം. ലീഗുമായി പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. ഞങ്ങൾ തമ്മിലുള്ള ഒരു തർക്കവും ഉണ്ടാവില്ല. നമ്മൾ വളരെ സൗഹാർദ്ദപൂർവ്വം UDF ഇലക്ഷൻ ഫേസ് ചെയ്യും. ആവശ്യങ്ങളെല്ലാം UDF നേതൃയോഗത്തിൽ അറിയിച്ചിട്ടുണ്ടെന്നും തൽക്കാലം പരസ്യ പ്രതികരണമില്ലെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. മീറ്റിംഗിൽ സീറ്റിൻ്റെ കാര്യം കൂടി ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ അത് നാളെ ബഡ്ജറ്റ് ഉണ്ടല്ലോ. നാളെ ബഡ്ജറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ചർച്ച തുടരും. നാളെ രാവിലെ 11:30-നാണ് UDF നേതൃയോഗം. മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെയും സീറ്റ് വിഷയം ചർച്ചയാകും. 24 തിരുവനന്തപുരം. ചർച്ച സജീവമാക്കി ഇടതുമുന്നണിയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPI സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി. വയനാട്ടിൽ ആനി രാജയെയും തൃശൂരിൽ VS സുനിൽകുമാറിനെയും തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനെയും മത്സരിപ്പിക്കാനാണ് ആലോചന. അടുത്തയാഴ്ച ചേരുന്ന CPIയുടെ സംസ്ഥാന നേതൃയോഗങ്ങൾ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. 4 ലോക്സഭാ സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട് സീറ്റുകളാണ് CPIയുടേത്. സ്ഥാനാർത്ഥി നിർണയം പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് മുൻപ് ചേർന്ന സംസ്ഥാന നേതൃയോഗങ്ങളിൽ അഭിപ്രായമുയർന്നിരുന്നു. ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന വയനാട്ടിലെ പോരാട്ടത്തിൽ ആനി രാജയെ രംഗത്തിറക്കാനാണ് CPIയുടെ ആലോചന. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ
ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന സ്ഥലമാണ് തൃശൂർ. ജനകീയ മുഖമായ VS സുനിൽകുമാറിനെ തിരഞ്ഞെടുപ്പ് ഗോതയിലിറക്കി തൃശൂർ തിരിച്ചുപിടിക്കാനാണ് CPIയുടെ നീക്കം. മാവേലിക്കരയിൽ AIYF നേതാവ് CA അരുൺകുമാറിനെ മത്സരത്തിനിറക്കിയേക്കും. ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം പരിഗണിച്ചാണ് തീരുമാനം. തലസ്ഥാന മണ്ഡലം തിരിച്ചുപിടിക്കാൻ മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രനെ മത്സരിപ്പിക്കാനാണ് ആലോചന. 2005 PK വാസുദേവൻ നായരുടെ മരണത്തിന് പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് പന്ന്യൻ രവീന്ദ്രൻ വിജയിച്ചിരുന്നു. അതിനുശേഷം CPIക്ക് തിരുവനന്തപുരം മണ്ഡലത്തിൽ വിജയക്കൊടി നാട്ടാൻ കഴിഞ്ഞിട്ടില്ല. ഈ മാസം 10, 11 തീയതികളിൽ നടക്കുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ ധാരണയിലെത്തും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മണ്ഡലത്തിലെ CPI സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വാർത്തകൾ തള്ളി പന്ന്യൻ രവീന്ദ്രൻ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് നേരത്തെ തന്നെ താൻ അറിയിച്ചതാണെന്നും ഇക്കാര്യം പാർട്ടിയെ ബോധ്യപ്പെടുത്തുമെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം മാത്രമേ CPI സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കൂവെന്നും പന്ന്യൻ രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്നാൽ സ്ഥാനാർത്ഥി ചർച്ചകളെ കുറിച്ച് തുടങ്ങും. ഞങ്ങൾക്ക് കേരളത്തിലെ മിക്ക സീറ്റുകളും വിജയപ്രതീക്ഷയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഞാനിനി ഇല്ല എന്ന് 2009 ശേഷം 2013 ഒരിക്കൽ അതിന് പ്രത്യേക സന്ദർഭത്തിൽ സഖാവ് ചന്ദ്രപ്പ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു തീരുമാനം അനുസരിച്ചാണ് എനിക്ക് പോയി മത്സരിക്കേണ്ടി വന്നത്. ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞതാണ്. അത് പാർട്ടിയെ ഞാൻ ബോധ്യപ്പെടുത്തും. ഈ പറയുന്നൊന്നും തന്നെ തീരുമാനമല്ല. അതുകൊണ്ട് ആരും ദേവി എഴുതിയിട്ട് ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പ്രചരിപ്പിക്കല്ല. കോട്ടയത്തെ LDF സീറ്റിൽ വീണ്ടും തോമസ് ചാഴിക്കാടൻ തന്നെ മത്സരിച്ചേക്കും. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് തോമസ് ചാഴിക്കാടൻ 24നോട് പറഞ്ഞു. UDF സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതൃയോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. MP എന്ന നിലയിലെ പ്രകടനം തന്നെയാണ് തോമസ് ചാഴിക്കാടനെ കേരള കോൺഗ്രസും വീണ്ടും പരിഗണിക്കാനുള്ള കാരണം. നിലവിൽ മറ്റു നേതാക്കളുടെ പേരുകളൊന്നും തന്നെ ചർച്ചയിലില്ല. സ്ഥാനാർത്ഥിയാകാൻ നേതാക്കളാരും അവകാശവാദവും ഉന്നയിക്കാത്തതിനാൽ ചാഴിക്കാടന് തന്നെ ഒരവസരം കൂടി നൽകിയേക്കുമെന്നാണ് വിവരം. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് ചാഴിക്കാടനും 24നോട് പറഞ്ഞു. പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മുന്നണിയും പാർട്ടിയുമാണ് സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും ബാക്കി നടപടികളിലേക്ക് പോകും. കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം കേരള കോൺഗ്രസും ഉന്നയിച്ചിട്ടുണ്ട്. LDFിലെ സീറ്റ് ചർച്ചകൾ പൂർത്തിയായാൽ ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ജോസ് കെ മാണി നടത്തും. അതേസമയം കോട്ടയം സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ജോസഫ് വിഭാഗം നാളെ ഹൈപ്പവർ കമ്മിറ്റി ചേരും. UDFുമായുള്ള സീറ്റ് ചർച്ചകൾക്ക് ശേഷമാവും തിരുവനന്തപുരത്ത് ഹൈപ്പവർ കമ്മിറ്റി ചേരുക. ഇതിനുശേഷം PJ ജോസഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ജോസ് കെ മാണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ തോമസ് ചാഴിക്കാടനിലേക്ക് ഒതുങ്ങുമ്പോൾ തർക്കത്തിനൊടുവിൽ ഫ്രാൻസിസ് ജോർജിലേക്ക് എത്തി നിൽക്കുകയാണ് ജോസഫ് വിഭാഗം. എന്തായാലും കോട്ടയത്ത് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24. ഇനി ഒരു അപകട വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. പത്തനംതിട്ടയിലെ പമ്പ നദിയിൽ ഒഴുക്കിൽപ്പെട്ട് 3 പേർ മരിച്ചു. ഉദിമൂട് സ്വദേശി അനിൽകുമാർ, മകളായ നിരഞ്ജന, അനിലിന്റെ സഹോദരപുത്രൻ ഗൗതം എന്നിവരാണ് മരിച്ചത്. ഒഴുക്കിൽപ്പെട്ട ഗൗതമിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അനിൽകുമാറും മകളും അപകടത്തിൽപ്പെട്ടത്. ചന്തക്കടവിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ അപകടം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇവർ ഈ സമീപ പ്രദേശത്ത് തന്നെ താമസിക്കുന്നവരാണോ? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്? അതായത് ചന്തക്കടവിൽ ഇന്ന് ഉച്ചയ്ക്ക് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് ആയിരുന്നു ഈ കുടുംബത്തിലെ അനിൽകുമാറിന്റെ മകൾ നിരഞ്ജന, അനിൽകുമാറിന്റെ സഹോദരന്റെ മകനായ ഗൗതം സുനിൽ, ഇവർ വരുന്നത്. സുനിൽകുമാർ എന്നാണ് സഹോദരന്റെ പേര്. ഇവരും അതുപോലെ തന്നെ ഈ സുനിൽകുമാറിന്റെ ഭാര്യ സീമയും ഉണ്ടായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ ആദ്യം ഒഴുക്കിൽപ്പെട്ടത് ഗൗതമാണെന്ന് പറയുന്നു. അതിനുശേഷം മറ്റു 2 പേർ രക്ഷിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിയതാണ്. അങ്ങനെയാണ് മറ്റു 2 പേരും കൂടി ഒഴുക്കിൽപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. എന്നാലും നാട്ടുകാർ വന്ന് ഈ സീമയും ഒഴുക്കിൽപ്പെട്ടിരുന്നു, അവരെ വലിച്ചു കയറ്റാൻ കഴിഞ്ഞു. ഈ മറ്റു 3 പേരാണ് ഇത്തരത്തിൽ ഒഴുക്കിൽ പൂർണ്ണമായി അകപ്പെട്ട് പിന്നീട് കാണാതായത്. എന്തായാലും പത്തനംതിട്ടയിൽ നിന്നുള്ള സ്കൂബ സംഘവും ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി ഏതാണ്ട് 5:30 മണിയോടുകൂടി തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ഈ 3 മൃതദേഹങ്ങളും 5:30 മണിയോടുകൂടി തന്നെ ലഭിച്ചു. ആദ്യം ലഭിച്ചത് ഗൗതമിന്റെ മൃതദേഹമായിരുന്നു. അതിനുശേഷം അനിൽകുമാറിന്റെ മൃതദേഹം തൊട്ടപ്പുറത്തെ ഭാഗത്തു നിന്ന് ലഭിച്ചു. അത്
ശക്തമായ അടിയൊഴുക്കുണ്ടായിരുന്നു. എന്തായാലും കുറച്ചപ്പുറത്തെ മേഖലയിൽ നിന്നാണ് മകൾ നിരഞ്ജനയുടെ അനിൽകുമാർ മകൾ നിരഞ്ജനയുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും 3 മൃതദേഹങ്ങളും ഇപ്പോൾ റാന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ നിരഞ്ജന 17 വയസ്സാണ്, +1 വിദ്യാർത്ഥിനിയാണ്. ഗൗതം 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇത് കൂടാതെ അനിൽകുമാർ ഒരു പെയിന്റിംഗ് തൊഴിലാളിയാണ്. അനിൽകുമാറിന്റെ സഹോദരൻ സുനിൽകുമാറാണ് ഈ മേഖലയിൽ താമസിച്ചിരുന്നത്. അവരെ കാണാനായി ഇങ്ങോട്ട് വന്നിരുന്നതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്തേക്ക് തുണി അലക്കാനും കുളിക്കാനും മറ്റുമായി ചന്തക്കടവിലേക്ക് വരുന്നതും വെള്ളത്തിൽപ്പെടുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ള ജനപ്രതിനിധികൾ ഈ പ്രദേശത്തേക്ക് എത്തിയിരുന്നു. ചെറുകോൽപ്പുഴ കൺവെൻഷൻ നടക്കുന്നതിനാൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അടക്കമുള്ള ജനപ്രതിനിധികൾ, രാജു, പ്രമോദ് നാരായൺ അടക്കമുള്ള ജനപ്രതിനിധികൾ ഇവിടേക്ക് എത്തി. എന്തായാലും മൃതദേഹങ്ങളെല്ലാം ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റിയിട്ടുണ്ട്. ശരി, വീണ്ടും മുങ്ങിമരണം റിപ്പോർട്ട് ചെയ്യുകയാണ്. പത്തനംതിട്ടയിൽ നിന്നാണ് വാർത്ത വരുന്നത്. പമ്പാ നദിയിൽ 3 പേർ മുങ്ങിമരിച്ചു എന്നുള്ളതാണ് വാർത്ത. വിവരങ്ങളാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകിയത്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് വിവാഹാഘോഷം അതിരുവിട്ടു. വരന്റെ സുഹൃത്തുക്കൾ പൊട്ടിച്ച പടക്കം വീണ് തൊട്ടടുത്ത വീടിന് തീപിടിച്ചു. 1 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി. കാരശ്ശേരിയിൽ നിന്ന് ഉച്ചയ്ക്കാണ് സംഭവമുണ്ടായത്. കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് ചേരുന്നുണ്ട്. രാഹുൽ, ഇത് എന്ത് തരം പടക്കമാണ് ഇവർ പൊട്ടിച്ചത്? ആർക്കെങ്കിലും പരുക്കേറ്റിട്ടുണ്ടോ? പ്രവിധ വിവാഹ ആഘോഷങ്ങൾ അതിരു കടന്നാൽ ഇക്കാലത്ത് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത വിധമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നമ്മൾ കണ്ടതാണ്. വരനെ സുഹൃത്തുക്കൾ ഒട്ടകപ്പുറത്തേറ്റി കൊണ്ടുപോകുന്നു. വരന്റെ സുഹൃത്തുക്കൾ പടക്കം പൊട്ടിക്കുന്നു. ഒടുവിൽ പോലീസ് കേസെടുക്കുന്നു. ഇന്ന് വരനെ ഒട്ടകപ്പുറത്ത് കയറ്റിയില്ലെങ്കിലും സുഹൃത്തുക്കൾ പടക്കം പൊട്ടിച്ചു. ഇതോടെ നഷ്ടം സംഭവിച്ചത് അയൽവാസിക്കാണ്. കോഴിക്കോട് കാരശ്ശേരി കലരിക്കണ്ടിയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഉച്ചയ്ക്ക് 1:30 സംഭവം നടക്കുന്നത്. വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ വരന്റെ സുഹൃത്തുക്കൾ പടക്കം പൊട്ടിക്കുന്നു. ഈ പടക്കം ചെന്ന് പതിക്കുന്നത് ഈ വരന്റെ വീടിന്റെ ഏതാണ്ട് 400 മീറ്റർ അടുത്തുള്ള വീട്ടിന്റെ ഷെഡിലേക്കാണ്. ഈ ഷെഡ് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് ഈ സമീപവാസിക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ സമീപവാസി കർഷകൻ കൂടിയാണ്. അതുകൊണ്ട് കാർഷിക സംബന്ധമായ ഉപകരണങ്ങളാണ് കത്തി നശിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സംഭവം എന്താണെങ്കിലും ഈ വരന്റെ വീട്ടുകാരും ഇവരും തമ്മിൽ ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ പോലീസിൽ പരാതിയൊന്നും നൽകിയിട്ടില്ല. എന്താണെങ്കിലും നമ്മൾ ജാഗ്രതയോടുകൂടി ഇത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കണം എന്നൊരു ഉദാഹരണം കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ നമുക്ക് നൽകുന്നത്. ശരി, എന്തായാലും രാഹുൽ പറഞ്ഞതുപോലെ തന്നെ ജാഗ്രതയോടെ വേണം ഇത്തരം ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ. കോഴിക്കോട് ആഘോഷം അതിരുവിട്ടു. വരന്റെ സുഹൃത്തുക്കൾ പൊട്ടിച്ച പടക്കം വീണ് തൊട്ടടുത്ത വീടിന് തീപിടിച്ചു എന്നാണ് രാഹുൽ സുരേഷ് നൽകുന്ന വിവരം. മറ്റു വാർത്തകൾ നോക്കാം. പാട്ടിലെ വിവാദം. കേരള സാഹിത്യ അക്കാദമി വാഗ്ദാനം ചെയ്ത നഷ്ടപരിഹാരം നിരസിച്ച് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട്. പണമോ സാഹിത്യ അക്കാദമിയോ സച്ചിദാനന്ദൻ മാഷോ ആയിരുന്നില്ല പ്രതിഷേധത്തിന്റെ ലക്ഷ്യം. കവികളോട് കാണിക്കുന്ന അവഗണനയും വിവേചനവും വെളിപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യമെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് വ്യക്തമാക്കി. പ്രതിഫല വിവാദത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഖേദമറിയിച്ചിരുന്നതായി സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ പറഞ്ഞു. സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ പ്രഭാഷണം നടത്തിയതിന് 2400 രൂപയാണ് പ്രതിഫലമായി ലഭിച്ചതെന്ന കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രതികരണം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. പ്രതിഫല വിവാദത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാഹിത്യ അക്കാദമിയോട് ഖേദമറിയിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് നഷ്ടപരിഹാരം നൽകുമെന്ന് സാഹിത്യ അക്കാദമി വ്യക്തമാക്കി. ബാലൻ്റെ കേസിൽ അങ്ങനെയുള്ള ചില കേസുകളിൽ ചില എക്സെപ്ഷൻസ് അനുവദിക്കേണ്ട പ്രശ്നമുണ്ട്. കാരണം ബാലന് 1 മണിക്കൂർ സംസാരിക്കുന്നത് 2 മണിക്കൂർ സംസാരിച്ചു. പ്രശ്നം പരിഹരിക്കാനായിട്ട് അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പണം അയക്കുന്നുണ്ട്, കുറച്ച് കൂടുതലായിട്ടുള്ള പണം. ഇതിനിടെയാണ് വീണ്ടും ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ മറുപടി. അക്കാദമിയുടെ നഷ്ടപരിഹാരം തനിക്ക് വേണ്ട. കവികളോട് കാണിക്കുന്ന അവഗണനയും വിവേചനവും വെളിപ്പെടുത്തുകയായിരുന്നു പ്രതിഷേധത്തിന്റെ ലക്ഷ്യം. സീരിയൽ, സിനിമാ താരങ്ങൾക്ക് 10,000-ങ്ങളും ലക്ഷങ്ങളുമാണ് പ്രതിഫലമായി നൽകുന്നത്. കവികളോടുള്ള സമീപനത്തിൽ സർക്കാരും സമൂഹവും മാറ്റം വരുത്തണം. നഷ്ടപരിഹാരം നൽകി തന്നെ ഒതുക്കുകയല്ല വേണ്ടതെന്നും ബാലചന്ദ്രൻ ചുള്ളിക്കാട് വ്യക്തമാക്കി. 24 കൊച്ചി. സാഹിത്യ അക്കാദമിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി. നിർബന്ധിച്ച് കേരള ഗാനം എഴുതിപ്പിച്ച ശേഷം ഒഴിവാക്കി എന്നാണ് ആരോപണം. കെ സച്ചിദാനന്ദൻ അവസരം നോക്കിയിരുന്ന് അപമാനിച്ചുവെന്ന് ശ്രീകുമാരൻ തമ്പി കുറ്റപ്പെടുത്തി. എന്നാൽ ആരോപണം കെ സച്ചിദാനന്ദൻ നിഷേധിച്ചു. വിഷയം ഗൗരവതരമെന്നും പ്രശ്നം പരിഹരിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി. കേരള ഗാനത്തിനായി നിർബന്ധിച്ച് പാട്ടെഴുതിപ്പിച്ച ശേഷം തന്നെ അപമാനിച്ചെന്നാണ് സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയുടെ വിമർശനം. ഗാനം യൂട്യൂബിലൂടെ പുറത്തുവിടുമെന്നും ഇനി അക്കാദമിക്ക് ഗാനം നൽകില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു.
എനിക്ക് എഴുതാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് എഴുതിച്ചിട്ട് ശേഷം ആ പാട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇൻസൾട്ടല്ലേ? ശ്രീകുമാരൻ തമ്പിയേക്കാൾ മികച്ച ഗാനരചയിതാവ് ഹരിനാരായണൻ സാഹിത്യ അക്കാദമി സ്ഥാപിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹരിനാരായണന്റെ പാട്ട് എടുത്തെങ്കിൽ ശ്രീകുമാരൻ തമ്പിയേക്കാൾ മികച്ച ഗാനരചയിതാവ് ഹരിനാരായണനാണെന്ന് കേരള സച്ചിദാനന്ദൻ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ശ്രീകുമാരൻ തമ്പിയെ ഇൻസൾട്ട് ചെയ്യുന്നു. അതായത് ശ്രീകുമാരൻ തമ്പി എഴുതിയത് ക്ലീശയാണെന്ന് പറയാൻ വേണ്ടി ഒരു അവസരം അദ്ദേഹം ഉണ്ടാക്കുമായിരുന്നു. 3 പേരുടെ വരികളാണ് പരിഗണനയിലെന്നും നിലവിൽ കമ്മിറ്റിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് BK ഹരിനാരായണന്റെ വരികളാണെന്നും K സച്ചിദാനന്ദൻ. ശിവാനന്ദ നമ്മൾ പറഞ്ഞു കഴിച്ചാണ്, അപ്പോൾ അത് പരിഗണിക്കാതെ വയ്യ. അതോടൊപ്പം തന്നെ വന്ന പാട്ടുകളിൽ ചിലതുണ്ട്, അത് ചിലത് കൂടുതൽ കമ്മിറ്റിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ പാട്ടുകളിൽ 2-3 എണ്ണത്തിന്, അതിൽ തിരഞ്ഞെടുത്ത 2-3 എണ്ണത്തിന് നമ്മൾ മ്യൂസിക് കൊടുത്ത് നോക്കിയിട്ട് ഒരു ഫൈനലായിട്ട് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അറിയിക്കും. സർക്കാരിന്റെ അംഗീകാരത്തോടെ മാത്രമേ അന്തിമ തീരുമാനമെടുക്കൂവെന്ന് അക്കാദമി സെക്രട്ടറി CP അബൂബക്കറും പ്രതികരിച്ചു. അക്കാദമി അധികൃതരുമായും ശ്രീകുമാരൻ തമ്പിയുമായും നേരിട്ട് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ 24-നോട് പറഞ്ഞു. അദ്ദേഹം ഉന്നയിച്ച വിഷയം അദ്ദേഹത്തോട് തന്നെ ചോദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നുള്ളത് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചിട്ട് പ്രതികരിക്കുന്നതായിരിക്കും നല്ലത്. അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ അത് ഗൗരവമായി തന്നെ കാണേണ്ട ഒരു വിഷയമാണ്. സാഹിത്യ അക്കാദമിയിൽ നിന്ന് ആവശ്യപ്പെട്ടതിനാലാണ് വരികൾ എഴുതി നൽകിയതെന്നും ഇതുവരെയും തന്റെ ഗാനം തെരഞ്ഞെടുത്തതായി അറിയിച്ചിട്ടില്ലെന്നും ഗാനരചയിതാവ് BK ഹരിനാരായണൻ പ്രതികരിച്ചു. വിഷയത്തിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ലെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട്. സാഹിത്യ അക്കാദമിയെ രാഷ്ട്രീയവൽക്കരിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഇതൊരു പ്രൈം ടൈം ന്യൂസിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയുമായി പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു R. ശ്രീകണ്ഠൻ നായർ. നമസ്കാരം.